വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി കോർപ്പറേഷൻ. അനധികൃത നിയമനം പൊളിച്ചുമാറ്റാനാണ് ഭരണസമിതി തീരുമാനമെന്നും ആദ്യഘട്ടത്തിന് തുടക്കമായെന്നും മേയർ വി രാജേഷ് പറഞ്ഞു. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്നും മേയർ അറിയിച്ചു. ശ്യാമപ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റും എന്നുള്ളത് പുതിയ ഭരണസമിതി തീരുമാനിച്ചതാണ്. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീക്കുന്നു. എന്തായാലും എല്ലാ അനധികൃത കെട്ടിടങ്ങളും പാളയം മാർക്കറ്റിനുള്ളിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു മാറ്റും എന്ന് തന്നെയാണ് വി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? രോഹിണി, അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ വടിയെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരസഭ. ആദ്യഘട്ടത്തിൽ പാളയം മാർക്കറ്റിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ കടകൾ 5ഓളം കടകളാണ് തിരുവനന്തപുരം നഗരസഭയോട് ചേർന്നുള്ള ഔദ്യോഗിക കെട്ടിടത്തിനോട് ചേർന്നുള്ള സ്ഥലത്തെ ഇരുമ്പ് ഷീറ്റുകളും തകര ഷീറ്റുകളും ഒപ്പം തന്നെ ഇരുമ്പ് തൂണുകളാൽ നിർമ്മിതമായ അനധികൃത കെട്ടിടങ്ങൾ നിലകൊണ്ടിരുന്നത്. ഈ കെട്ടിടങ്ങളാണ് ഇപ്പോൾ അനധികൃതമാണെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും അതിന് പിന്നാലെ പൊളിച്ചു നീക്കൽ നടപടികളുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഹെൽത്ത് സ്ക്വാഡിൻ്റെയും ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെയായിരുന്നു ആദ്യഘട്ട പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രധാനമായും മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി കച്ചവടക്കാരോട് ഇക്കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് മാസങ്ങൾക്ക് മുമ്പേ ഇവർക്ക് അനധികൃതമായിട്ടാണ് ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു മേയറുടെ സന്ദർശനവും. പിന്നാലെ തന്നെ ഈ കച്ചവടക്കാർക്ക് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ അവസാന ഘട്ടമെന്ന നിലയിൽ അനധികൃതമായിട്ടുള്ള കടകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മുൻ ഭരണസമിതിയായ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനധികൃതമായി ഇവിടെ പിരിവും ഗുണ്ടാപ്പിരിവും അടക്കം നടത്തുകയും മൗനാനുവാദത്തോടുകൂടി തന്നെ ഈ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അനുവാദം കൂടി കൊടുത്തിരുന്നു. ആ അനുവാദം നൽകിയതിനെതിരെ ശക്തമായ താക്കീത് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതിയായ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഈ മുൻ ഭരണസമിതിക്കെതിരെ വ്യാപകമായ പരാതികളെല്ലാം തന്നെ ചെറുകിട കച്ചവടക്കാർ ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് മുൻപാകെ ഈ ചെറുകിട കച്ചവടക്കാർ വീണ്ടും പരാതിയുമായി എത്തുകയും ഈ പരാതിയിന്മേൽ ഇപ്പോൾ നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ നിലവിൽ ഒരു കടയാണ് അനധികൃതമായി കണ്ടെത്തി രേഖകളിൽ നിന്ന് കണ്ടെത്തി പൊളിച്ചു നീക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ നടപടി തുടരുക തന്നെ ചെയ്യും. 5ലധികം കടകളാണ് ഈ ഔദ്യോഗിക നഗരസഭ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിനോട് ചേർന്ന് അനധികൃതമായി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഈ 5ലധികം കടകൾക്കെതിരെ നടപടികൾ വരും. നിലവിൽ മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങളാണ് ഈ ഒരു അനധികൃത കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെല്ലാം തന്നെ ശക്തമായ നടപടി വരും. തുടക്കത്തിൽ തന്നെ മേയർ വി രാജേഷ് അല്പസമയം മുമ്പ് തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിരുന്നു. അതായത് ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കൊന്നും തന്നെ മതിയായ രേഖകളൊന്നും തന്നെയില്ല. ഈ രേഖകളെല്ലാം തന്നെ പരിശോധിച്ച് ഉദ്യോഗസ്ഥർ ഇത് അനധികൃതമാണെന്ന് വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഇത്തരത്തിൽ പൊളിക്കൽ നടപടികളിലേക്കും ഒഴിപ്പിക്കൽ നടപടികളിലേക്കും കടക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ഹെൽത്ത് സ്ക്വാഡും ഒപ്പം തന്നെ കോർപ്പറേഷനിലെ ജീവനക്കാരും ഇത് സംബന്ധിച്ചുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്നത്. ഇന്ന് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തും കൂടുതൽ പോലീസ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ മറ്റ് സംഘർഷ സാധ്യത ഒന്നും തന്നെ ഇടവരുത്താത്ത രീതിയിൽ തന്നെയായിരുന്നു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വളരെ സമയോചിതമായ രീതിയിൽ തന്നെ ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോയത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒഴിപ്പിക്കൽ പ്രക്രിയ തുടരുക തന്നെ ചെയ്യും. രോഹിണി, ശരി. ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.